അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാറ്റാടിക്കടവാണ്. തൊടുപുഴയ്ക്കടുത്തുള്ള ഭയങ്കര ഉയരത്തിലുള്ള ഒരു വ്യൂ പോയിൻ്റാണ് കാറ്റാടിക്കടവ്. അപ്പോൾ കാറ്റാടിക്കടവിൻ്റെ വിശേഷങ്ങളും അതിലേക്ക് പോകേണ്ട വഴികളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കാറ്റാടിക്കടവിലേക്ക് പോകാനായിട്ട് താണ്ട ഈ മെയിൻ റോഡിൽ വന്നു കഴിയുമ്പോൾ താണ്ട് ഇവിടെ ഇങ്ങനൊരു ബോർഡുണ്ട്. ഈ ബോർഡിൻ്റെ ഇവിടെ നിന്ന് വേണം, ഇതൊരു ചെറിയ വഴിയുണ്ട്, പൊളിഞ്ഞു കിടക്കുന്നൊരു വഴിയാണ്. ഈ വഴി നേരെ മുകളിലേക്ക് ഒരു 1 കിലോമീറ്റർ മിച്ചം നടന്ന് കയറണം. അതിൻ്റെ ടോപ്പിലാണ് ഈ കാറ്റാടിക്കടവ് വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്ന് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ഇവിടെ ഇത്രയും പോർഷൻ പോയതുകൊണ്ടോ കേട്ടോ, അല്ല നമുക്കവിടെ വണ്ടി കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു. കോൺക്രീറ്റ് ചെയ്ത കുറച്ച് പോർഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പം വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുമായിരുന്നായിരിക്കും. പക്ഷേ ഇവിടെ കണ്ടോ, ഈ വഴിയെല്ലാം മൊത്തം പോയി കിടക്കുന്നത് നമുക്ക് നടക്കത്തില്ല. എന്തായാലും നമ്മൾ നടന്ന് കയറി പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ കാറ്റാടിക്കടവിനെ ലക്ഷ്യമാക്കി നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ പിന്നെ കയറാൻ തുടങ്ങിയതേ ഉള്ളൂ, ഇപ്പം തന്നെ മടുത്തു. ആരുമില്ല, ഒറ്റയ്ക്കാണ് കയറുന്നത്. അതുകൊണ്ട് ചുറ്റും കുറേ റബ്ബർ മരങ്ങളാണ്. ഇപ്പുറത്തെ ഭാഗത്തൊക്കെ ഇത് കശുമാവാണ് കേട്ടോ, കശുമാവുണ്ട്. വേറെ കുറച്ച് മരങ്ങളൊക്കെ അപ്പുറത്തോടൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിന് ശരിക്കും കാട് പിടിച്ച സ്ഥലങ്ങളാണ്. മഴക്കോളുണ്ട് എൻ്റെ പൊന്നി. എന്താണ്ട് ആ ഭാഗത്തായിട്ട് കുറേ വനം പോലത്തെ സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അങ്ങ് വിലയായിട്ട് മലനിരകളുണ്ട്. ഇതാണ് നമ്മൾ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി. അത് കഴിഞ്ഞിട്ട് താണ്ട വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ വഴി നമുക്ക് നേരെ മുകളിലോട്ട് കയറി പോകാം. ഇവിടെ നിന്ന് നോക്കുമ്പം അങ്ങ് താഴെ അവിടെയായിട്ട് കുറേ ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ മുകളിലോട്ട് കയറി പോവുകയാണ്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ അമർത്തുക. ശ്വാസം എടുക്കുന്നതുകൊണ്ടാണ് ഈ നിർത്തി പറയുന്നത്. നമ്മൾ ഇതാണ്ട് വിജനമായ വഴിയിലൂടെ ഇവിടെ കുറേ ചക്കയുണ്ട് കേട്ടോ. എന്ത് ചക്കയാണ് ഉണ്ടായി കിടക്കുന്നത് കണ്ടോ. അവിടെ അകത്ത് അങ്ങ് മേളിലായിട്ടും രാവുണ്ട്. അതങ്ങോട്ട് വനമാണെന്ന് തോന്നുന്നു. ഭയങ്കര ഹൈറ്റിലാണ് അങ്ങോട്ട് നിൽക്കുന്നത്. ഇവിടെ കയറിപ്പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വീണ്ടും കാറ്റാടിക്കടവ് ലക്ഷ്യമായി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പോകുന്ന വഴിക്ക് ഇതാണ്ടായൊരു മരം കണ്ടോ നിൽക്കുന്നത്. ഉണങ്ങി വീഴാറായതാണ്. ഒരു കാറ്റ് വന്നാൽ എപ്പോൾ വേണമെങ്കിലും വീഴാം. അടിപൊളി. അവിടെ ഇരുട്ടിയാ ഇട്ടില്ല. ഇവിടെ ഒരു മനുഷ്യനും ഇല്ല. സൈലൻ്റ് സ്ഥലമാണ്, സൈലൻ്റ് വാലിയാണ്. ഈ സൈഡാണ് മുഴുവൻ ഈറ്റയും. ഇവിടെ എൻ്റെ കുഴിയാണോ എൻ്റെ അമ്മ, അങ്ങോട്ട് ഭയങ്കര കുഴിയാണല്ലോ. എൻ്റെ പുൽത്തേലും എടുക്കുന്ന സൈസ് ചെടി ഒരുപാട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഈ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതലുള്ളത് ഈ പുൽത്തേലത്തിൻ്റെ ചെടി. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ വഴി വന്നാൽ മതി കേട്ടോ. ഇത് വരേണ്ടത് തൊടുപുഴയിൽ നിന്ന് വണ്ണപ്പുറത്തു നിന്ന് KSRTC ബസ്സുണ്ട്, അല്ലെങ്കിൽ ബൈക്കിന് വരാം, കാറിന് വരാം. നമ്മൾ നേരത്തെ കണ്ട അവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ നടന്ന് കയറി വരാമെന്നേ ഉള്ളൂ. ഇതാണ്ട് ഇവിടെ ഇങ്ങോട്ട് ഭയങ്കര താഴ്വരയും. ഹായ്, പിന്നെ റോഡിലൊരു പ്ലാവ് നിൽക്കുന്നുണ്ടാ. പ്ലാവ് നിറച്ച് ചക്കയാണ്. ഒരു വിളവ് കഴിഞ്ഞ് മറ്റൊരു വിളവ് കഴിഞ്ഞ് അടുത്ത വിളവ് കഴിഞ്ഞ് ഇങ്ങനെ കയറി പൊക്കോണ്ടേ ഇരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ട പ്ലാവില്ലേ, ആ പ്ലാവിൻ്റെയൊക്കെ മണ്ടയിലെത്തും നമ്മൾ. ഇവിടെ നിന്ന് താഴോട്ട് നോക്കണം. ഇനി ആ ചക്കയൊക്കെ കാണും. വഴിയിൽ ഒരു അതിൻ്റെ സൈഡ് ഇടിഞ്ഞ് കല്ല് വന്ന് കിടപ്പുണ്ട്. വണ്ടിയൊന്നും പോകുന്നില്ലാത്തതൊന്നും കുഴപ്പമില്ല. ഓ, ഇവിടെയൊക്കെ KSAB സപ്ലൈ ഉണ്ട് കേട്ടോ. അവിടെ പോസ്റ്റ് നിൽക്കുന്നത്.
ഏറ്റവും ഇങ്ങേരത്തുള്ളൊരു പ്ലാവിൻ്റെ ചക്ക ഉണ്ട്, കൈയെടുത്തി പറിക്കാം. ഇത്ര ദൂരമേ ഉള്ളൂ. ചേട്ടാ, ഈ കാറ്റാടിക്കടവ് ഇനിയുണ്ടോ? ഇനി ഒരുപാട് ദൂരമുണ്ടോ? ഇനി അപ്പം മൊത്തം 2 കിലോമീറ്റർ ആണോ? 1.5 കിലോമീറ്റർ. അപ്പം നമ്മൾ 1/2 കിലോമീറ്റർ കഴിഞ്ഞു. ഈ ഭാഗത്തെ മണ്ണ് ഒരു പ്രത്യേക മണ്ണാണ് കേട്ടോ. കണ്ടോ, ഈ ഭാഗത്തെ മണ്ണ് വേറൊരു തരത്തിലിറങ്ങുന്ന മണ്ണ്. സാധാരണ മണ്ണ് ഒരു കരിമണ്ണ് പോലത്തെ സൈസ് മണ്ണാണ്. എന്നാൽ കരിയല്ല, കട്ട ബ്രൗൺ കളർ. നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും. ഇഷ്ടം പോലെ ഫലം ഉണ്ടാവും ഇവിടെയൊക്കെ കൃഷി ചെയ്താൽ. ഇവിടെ പ്രധാനപ്പെട്ട കൃഷി എന്നൊക്കെ പറയുകയാണെങ്കിൽ കൊക്കോ ഉണ്ട് കേട്ടോ. കൊക്കോ ഉണ്ട്, കൊടിയുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൃഷി. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഉള്ള ഇരുട്ടായി. ഞാൻ പോകുമ്പോൾ ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് വീണ്ടും കുറേ. ഇതൊക്കെ ശരിക്കും ആരുടെയും എസ്റ്റേറ്റുകളായിരിക്കും കേട്ടോ, അല്ലാതെ വരാൻ സാധ്യതയില്ല. കാരണം പ്ലാവും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓഫ് റോഡ് ജീപ്പ് ചിലപ്പോൾ കയറി പോരുമായിരിക്കും ഇങ്ങോട്ട്. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഒരു കല്ല് കിടപ്പില്ലേ, ആ കല്ലുള്ളതുകൊണ്ട് ഓഫ് റോഡ് ജീപ്പിനും അത് മാറ്റാതെ കയറി പോരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മൾ നേരെ ആൾ വനക്കവും ഇല്ലാത്ത ഇടുങ്ങിയ വിജനമായ വഴിയിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും ഈ പുല്ല്, ഇതിൻ്റെ തൈലത്തിന് എന്നാ വിലയാണെന്നറിയോ? ലിറ്ററിന് 2000-ന് മേളിലാണ് അതിൻ്റെ റേറ്റ്. പുൽത്തൈലം. നമ്മളൊരു മാവിൻ്റെ മേൽഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. മാവാണോ അതോ എന്ത് മരമാണ്? മാഞ്ചിയാണോ? അതിൻ്റെ ഇടവഴി അങ്ങ് താഴേക്ക് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. ഓ, ഇവിടെ വണ്ടിയൊക്കെ കയറ്റിയിട്ട് തിരിക്കാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. ജീപ്പൊക്കെ കയറ്റിയിട്ട് തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ വീഡിയോയും ഓരോ ഭാഗത്തിൻ്റെയും വീഡിയോ ഇങ്ങനെ എടുത്താണ് പോകുന്നത്. കണ്ടോ, ഭയങ്കര ചീവീടിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. ഇങ്ങനെ ചീവീട് ഇങ്ങനെ ഇലച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്നപ്പം കുറച്ച് എല്ലാം ചെത്തി ഒതുക്കി ഡീസൻ്റ് ആക്കിയ പോലത്തെ തോന്നുന്നു കേട്ടോ. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു. അടിപൊളി. മഴ വരുന്നുണ്ട്, മഴ തൂളുന്നുണ്ട്. ഇനിയിപ്പോൾ എത്രമാത്രം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും പോയി നോക്കാം. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ നാണ്ടെ ഇവിടെ ഒരു കടയുണ്ട്. ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടി കേട്ടോ. ഞാനിവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു, ഇതൊന്നും വനമോ സർക്കാരിൻ്റെ ഒന്നുമല്ല, എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി ഇവർ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മറ്റേത് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് വനം പോലെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ എല്ലാം കൊക്കോയാണ് വെച്ചേക്കുന്നത്. അടിപൊളി. വീണ്ടും മഴയാണെന്ന് തോന്നുന്നു. മഴയാണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ യാത്ര സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഒരു ശകലോടെ പോയി നോക്കാം. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. നമുക്ക് മഴ നനഞ്ഞെങ്കിൽ മഴ നനഞ്ഞെടുക്കാം. നമ്മളെന്തായാലും മുന്നോട്ട് തന്നെ പോവാണ്. അപ്പോൾ നമ്മുടെ യാത്രക്കിടയിൽ മഴ വന്നുകൊണ്ട് ഞാൻ എന്താണ്ട് കുടയൊക്കെ എടുത്ത് സെറ്റാക്കി പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇനി 1/2 കിലോമീറ്റർ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 1/2 കിലോമീറ്റർ കവർ ചെയ്തു, പിന്നെ രണ്ടാമത്തെ 1/2 കിലോമീറ്ററും കവർ ചെയ്തു. ഇനി മൂന്നാമത്തെ 1/2 കിലോമീറ്റർ കൂടെ നടന്ന് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേറൊരു വലിയ വിഷയമുണ്ട്, ഭയങ്കര ഇടിയാണ്. ഇത് ഹൈറ്റ് കൂടിയ സ്ഥലമായതുകൊണ്ടേ ഇടിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടൊരു കപ്പലുമാവാണ് കേട്ടോ. ഇത് കപ്പലുമാവാണ്. ഒരു വലിയ കപ്പലുമാവ് ഉണ്ടായിരുന്നു വഴിയിൽ, പക്ഷെ കപ്പലുമാമ്പഴം ഇല്ലായിരുന്നു. എൻ്റെ ഇവിടെ എന്തൊക്കെയോ പണിയുണ്ട്. വീടല്ല, വേറെ എന്തൊക്കെയോ ഷെഡ് കെട്ടിയിട്ടിട്ടുണ്ട്. എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഷെഡാണ്. ഇവിടെ 2 വഴിയുണ്ടല്ലോ. അപ്പം ഏത് വഴി പോവും? നമ്മൾ ഏത് വഴി പോവും? നമ്മൾ താൻ്റെ ഇത് പഴയ വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. പഴയ വഴിയാണ്. അവിടെ എല്ലാം പുല്ല് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വഴി കൂടെ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ രാവിലൊക്കെ ചക്കയൊക്കെ കായ്ച്ചിടപ്പുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ചക്കയുണ്ട് കേട്ടോ. പക്ഷേ മഴ വീണ്ടും നമുക്ക് ഒരു പണി തരാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും നമ്മളിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്.
ആരൊക്കെയോ ഒരുപാട് ആൾക്കാർ ചവിട്ടി കാൽപ്പാട് പതിഞ്ഞിട്ടുണ്ട് ഇവിടെ. ദുരന്ത വഴിയാണല്ലോ. അയ്യോ, സംസാരിക്കാൻ വയ്യ, അതാണ് ഞാൻ ഓടിയൊന്നും പറയാതെ. ഇവിടെ വീണ്ടും മണ്ണിൻ്റെ കളറ് മാറിയിട്ട് വേറൊരു കളറായി. എൻ്റെ അമ്മേ, നമ്മളിപ്പോൾ ഏകദേശം ടോപ്പിലെത്തിന്നോ. ചേട്ടാ, ഇതൊന്നും ഒരന്ത്യമില്ലേ? എൻ്റെ അമ്മ, അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചേ ഞാൻ കയറിയിട്ടുള്ളൂ. ഭയങ്കര മഴയാണ്. അവിടെയൊക്കെ മഴ കാണാം, പക്ഷെ ഇവിടെ ചെറുതായിട്ട് ഇപ്പോൾ പെയ്യുന്നുള്ളൂ. പക്ഷെ ആ ഭാഗത്തൊക്കെ നല്ലതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്തായാലും കുറച്ചുകൂടെ കയറി പോയി നോക്കാം. അടിപൊളി. ഇവിടെ നിൽക്കാനായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ കാറ്റാടിക്കടവിൻ്റെ ടോപ്പിലൊന്നും എത്തിയിട്ടില്ല, എന്നാൽ ഏകദേശം ഒരു ടോപ്പെന്നൊക്കെ പറയാവുന്നിടത്ത് എത്തിയിട്ടുണ്ട്. മഴയുണ്ടെങ്കിൽ നമ്മൾ മുകളിലോട്ട് കയറണോ വേണ്ടോന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്, തേങ്ങി നിൽക്കുകയാണ്. എന്തായാലും മഴ ശക്തമാവുകയാണെങ്കിൽ തിരിച്ചിറങ്ങിപ്പോരും. ഏകദേശം എന്താണ്ട് മഴ പെയ്ത് കഴിഞ്ഞു. വീണ്ടും ശക്തി പ്രാപിക്കുന്നുണ്ട്. നമ്മളെന്തായാലും കയറിയതല്ലേ, ഒന്ന് കണ്ടേച്ച് പോയിരുന്ന മോശമല്ലേ. അപ്പം എന്താ സുഹൃത്തുക്കളെ, നല്ല മഴയായി. നമുക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള മഴ വന്നിട്ടുണ്ട്. എന്നാലും നമ്മളതിനെ തൃണവൽഗണിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം മുന്നോട്ട് നമ്മൾ പോകും എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഈ സംഭവം എവിടെയാണ്, ഇതിൻ്റെ ടോപ്പ് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. പുൽത്തൈലത്തിന് നല്ല മണമുണ്ട്. ഫുള്ള് മഴയാണ്. എന്താ പൊന്നെ, ഇനി വീണ്ടും എന്തോരം സമയം സ്ഥലത്ത് കയറി മടുത്ത്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അടിപൊളി. അപ്പോൾ നമ്മൾ കാറ്റാടിക്കടവിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഓക്കെയാണ് കേട്ടോ, നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇടിയാണ്. അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങി പോവാണ്. ഇതാണ് കാറ്റാടിക്കടവിൻ്റെ ഒരു പോർഷൻ. ഇതിൻ്റെ അങ്ങേ പോർഷനുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്ഥലമാണ്. ഭയങ്കര ടോപ്പിലുള്ളതുകൊണ്ട് ഇടി കറക്റ്റായിട്ട് പിടിക്കും. അതുകൊണ്ട് ഞാൻ താഴോട്ടിറങ്ങി പോയേക്കുവാണ്.
നമ്മളിങ്ങനെ മഴ നനഞ്ഞ് തിരിച്ചിറങ്ങുവാണ്. ഭയങ്കര മഴയാണ്, ഒരു രക്ഷയില്ല. എൻ്റെ കയ്യിലൊരു ബാഗുണ്ട്, ആകെപ്പാടെ ഒരു ചെറിയ കുടയുണ്ട്. ആ കുടയിൽ വേണം ബാഗും ഫോണും ക്യാമറയും ഞാനും എല്ലാം സുരക്ഷിതമാക്കി വെക്കാൻ. നമ്മൾ എന്തായാലും ടോപ്പിലെത്തി കഴിഞ്ഞാണ് മഴ വന്നത്. അതുകൊണ്ട് ദയവായിട്ട് ക്ഷമിക്കുക, എനിക്ക് ആ ബാക്കിയുള്ള പോർഷനും കൂടി ഇടാൻ പറ്റിയില്ല. ബാക്കിയുള്ള പോർഷൻ ഞാൻ എന്തെങ്കിലും ഒന്ന് വന്ന് എടുത്ത് ഇപ്പോൾ ഈ വീഡിയോയിലിടും. ഇപ്പോൾ ഉള്ളത് ഇടും, ബാക്കിയുള്ളത് പിന്നെ എടുത്തിട്ടിടാം. കാരണം ഭയങ്കര മഴയായതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. മഴ പിന്നെ സഹിക്കായിരുന്നു, ഇടി ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം പോരേണ്ട വഴികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പകുതിയോളം താവട്ടിറങ്ങി പോയായിരുന്നു മഴ ആയതുകൊണ്ട്. അപ്പം മഴ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്, മുഴുവൻ മഞ്ഞ് കയറി. ഞാൻ എന്തായാലും തിരിച്ച് അവിടെ വരെ ഒന്ന് പോയി നോക്കുവാണ് എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. ഫുൾ മഞ്ഞാണ്, കണ്ടോ ഇവിടുത്തെ അവസ്ഥ കണ്ടോ, മഞ്ഞ് കാരണം ഒരു രക്ഷയില്ല. അപ്പം എനിക്ക് ആ ഭാഗങ്ങളെല്ലാം മഞ്ഞ്. എന്തായാലും നമുക്ക് ഈ മഞ്ഞും കൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. മഞ്ഞ് മഴയാണ്, മഞ്ഞ് മല. മറ്റേ നമ്മുടെ ഹിമാലയത്തിൽ കാണുന്ന മഞ്ഞ മലയല്ല, ഇത് കോടമഞ്ഞ് കണ്ടോ, റബ്ബറിൻ്റെ വണ്ടികളൊക്കെ കണ്ടോ, അടിപൊളി സൂപ്പർ കേട്ടോ. ഞാനേ പകുതി വഴിക്ക് വെച്ചിട്ട് എനിക്ക് പോക്ക് നടന്നില്ല, ഭയങ്കര മഴയായിപ്പോയി. ഞാൻ പിന്നെ അവിടെ കയറി നിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷെഡുണ്ടായിരുന്നു, ആ ഷെഡിൽ കയറി നിന്നു. അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ തിരിച്ചു പോകണം. അവിടെ ചെന്നാൽ വ്യൂ പോയിന്റിൽ ജസ്റ്റ് ചെല്ലാന്നേ ഉള്ളൂ, കാഴ്ചയൊന്നും കാണാൻ പറ്റത്തില്ല. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ അങ്ങ് ഒരു മനുഷ്യനും ഇല്ല. എൻ്റെ പൊന്നെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ടോ ഫുള്ള് ഉണ്ട്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അങ്ങ് ഒന്നും കാണത്തില്ലാതെ, അടുത്ത് നിൽക്കുന്ന ആളോ കാണത്തില്ലാത്ത പോലത്തെ ചെറിയ വഴിയാണ്. അതിനകത്ത് കുനിഞ്ഞു വേണം പോകാൻ. മഴ വീണ്ടും ശക്തമായി. ഞാൻ വരെ പകുതി വരെ പോയിട്ട് തിരിച്ചു പോരുവാ. ഭയങ്കര മഴയുണ്ട്. മഞ്ഞ് കാരണം എനിക്ക് ഒരു മനുഷ്യനെ കാണത്തില്ല, മനുഷ്യനെ പോയിട്ട് വഴി പോലും കാണത്തില്ല. അതുപോലെ മഞ്ഞായി ഈ മലകള മണ്ടയിൽ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ പോയി. അതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല, നനഞ്ഞുകൊണ്ടിരിക്കും.